ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് കസ്റ്റർഡാണ് ആക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ആപ്പിൾ, ഒരു മാമ്പഴം, അതുപോലെ തന്നെ ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിൽ നമുക്ക് ബദാം, കാഷ്യൂ, അതുപോലെ റൈസിൻസ് എടുക്കാം. പിന്നെ കുറച്ച് പാല് വേണം. ഞാനിവിടെ 1/2 ലിറ്റർ എടുത്തിരിക്കുന്നത്. പിന്നെ കസ്റ്റർഡ് പൗഡർ വേണം. വാനില എസൻസ് ഉള്ള വാനില ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ പഞ്ചസാര, ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര. ഫസ്റ്റ് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം ഡ്രൈ ഫ്രൂട്ട് കട്ടർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇത് നീളത്തിലിങ്ങനെ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി വെച്ച് കൈ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്താൽ നീളത്തിൽ കട്ടായി ഈസിയായി വരും. ഓക്കെ, അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് എല്ലാ ബദാമും എടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മാങ്ങയുടെ തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലതായിട്ടൊന്ന് ക്ലീനാക്കി കട്ട് ചെയ്ത് വയ്ക്കാം. എല്ലാം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം ആപ്പിളും അതുപോലെ തന്നെ ബനാന എല്ലാം ഒന്ന് പീൽ ചെയ്ത് വെക്കണം. ആപ്പിൾ ലാസ്റ്റിലാണ് പീൽ ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ബ്രൗൺ ആവും. ഇനി നമ്മൾ കുറച്ച് തണുത്ത പാലെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പാരലി നമുക്ക് നമ്മുടെ പാല് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പം ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ, 3-3.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഞാൻ ഒരു 1/4 കപ്പ് പാലിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ആദ്യം വെച്ചത്. ഓക്കെ, ഇനി ഈ പാല് നന്നായി തിളയ്ക്കണം. നല്ല ചൂടായ പിന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒരു വലിയ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത്. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് മതി കേട്ടോ. അപ്പോൾ പാലൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കസ്റ്റർഡൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം പാല് നന്നായി തിളയ്ക്കുമ്പം നമ്മൾ അത് സിമ്മാക്കിയിട്ട് നേരത്തെ കലക്കി വെച്ച കസ്റ്റർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അധികം ചൂടിൽ വെക്കേണ്ട ആവശ്യമില്ല. ബട്ട് നമ്മുടെ കസ്റ്റർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാലിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായി വരണം. അതുവരേക്കും നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും ആ പാലിൻ്റെ തിക്നെസ് കൂടി വരും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കത് കുറവായി തോന്നുന്നെങ്കിൽ ഇച്ചിരിയും കൂടി കസ്റ്റർഡ് മിക്സ് ചെയ്ത് തണുത്ത പാലിൽ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരളവ് നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ അതിൽ തവിയിലേക്ക് ഇങ്ങനെ കൈ വെച്ച് വരച്ച ഒരു തിക്ക് ലെയർ പോലെ വരും. ഈ ഒരു പാകമാകുമ്പോഴാണ് നമുക്ക് കസ്റ്റർഡിൻ്റെ പാകം കറക്റ്റാണെന്ന് മനസ്സിലാവുക. ഞാനിത് തണുത്ത് കഴിഞ്ഞിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രേപ്സും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഗ്രീൻ ഗ്രേപ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, പോമഗ്രനേറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിളായ എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. വളരെ ഹെൽത്തി, വളരെ ടേസ്റ്റി, അതുപോലെ തന്നെ ഈ ചൂടുകാലത്ത് പറ്റിയൊരു വയറിനൊക്കെ തണുപ്പ് തരുന്ന ഒരു നല്ല വിഭവമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് ഞാനിപ്പം നട്ട്സൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ബൗൾ ഇച്ചിരി ചെറുതായി പോയിട്ടുണ്ട്, അത് കാരണം ഞാൻ ശകലം മെല്ലെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയ സീഡ്സും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഓപ്ഷണലാണ്. നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല കസ്റ്റർഡ് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്